ഹലോ ഗായ്സ്, അപ്പോൾ ഒരുപാട് ദിവസത്തിന് ശേഷം നമ്മൾ ഇന്നും ഒരു വയനാടൻ ട്രിപ്പ് അടിക്കാൻ പോവാണ്. വയനാടൻ ട്രിപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് നമ്മൾ വീട്ടിൽ നിന്ന് 12 മണിക്കാണ് ഇറങ്ങിയത്. ഇന്നാണെങ്കിലോ നല്ല മഴയുള്ള ദിവസമായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോൾ നല്ല തണുപ്പും ഉണ്ടായിരുന്നു. കോഴിക്കോടൊക്കെ നല്ല മഴയാണെങ്കിലും വയനാട്ടിലോട്ട് കയറുമ്പോഴേക്ക് അത്യാവശ്യം മഴ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. മഴയുണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ കുറച്ച് വെറുപ്പിക്കൽ മഴയായിരുന്നേ. അങ്ങനെ മഴ പെയ്തതും നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് ഈ കോടയൊക്കെ നന്നായിട്ട് കിട്ടി. നമ്മളിങ്ങനെ ബൈക്കിൽ വന്നിട്ട് ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ കാണുന്നത്. ഇങ്ങോട്ടുള്ള യാത്രയാണെങ്കിലോ പെട്ടെന്നുണ്ടായതുമാണ്. ഇതൊക്കെ കാണുമ്പോൾ വിചാരിക്കും വയനാട്ടിലുള്ളവരൊക്കെ എന്ത് ഭാഗ്യവാന്മാരാണല്ലേ. പക്ഷേ അവരിൽ ഒരുപാട് പേര് ദുരിതവും അനുഭവിക്കുന്നുണ്ട്. എന്തായാലും എല്ലാവരും ഭാഗ്യവാന്മാരാണ്. നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നുണ്ടോ എന്നൊരു സംശയം. അങ്ങനെ നമ്മൾ കോടയൊക്കെ കണ്ട് നമ്മൾ വയനാട് ചുരം ഫുൾ കയറിയിട്ടോ. അങ്ങനെ അവിടുന്നും യാത്ര തുടർന്നുകൊണ്ടിരുന്നു. നമ്മൾ പോയ ദിവസം സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ അങ്ങനെയാണല്ലോ, നമ്മൾ എന്നിറങ്ങുന്നോ അന്നൊക്കെ നല്ല തിരക്കാണ്. കോടയൊക്കെ മറികടന്ന് നമ്മൾ മഴയിലേക്ക് നീങ്ങി എത്തിയതോ ഇതായി കാണുന്ന ബ്ലോക്കിലേക്ക്. നമുക്ക് വലിയ പ്രശ്നമായിട്ട് വന്നില്ല കേട്ടോ. ബൈക്കായതുകൊണ്ട് ഇതേപോലെ ഇങ്ങനെ വരി കിടക്കണ്ടല്ലോ. അങ്ങനെ നമ്മള് മുത്തങ്ങ കാട്ടിലോട്ട് കയറിയ പാട് ഞാൻ വീട്ടിൽ നിന്ന് എടുത്ത സബർജലെടുത്ത് കഴിച്ചു. അപ്പൊ ഏതാ ഒരു കുരങ്ങൻ റോഡ് മുറിച്ച് കിടക്കുവാണ്. അവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയപ്പോ എല്ലാവരും ബ്ലോക്ക് പെട്ടിരിക്കുക. ഞങ്ങൾ വിചാരിച്ചു വല്ല ആനയും പണി തന്നെന്ന്. ബട്ട് അതൊന്നും അല്ലായിരുന്നു. നമ്മളെ കർണാടക ചെക്ക് പോസ്റ്റിന്റെ അവിടെ പിടിച്ചു വെച്ച വണ്ടികളാട്ടോ അതൊക്കെ. ബൈക്കിന് അതൊന്നും പ്രശ്നമില്ലാത്തോണ്ട് ഞങ്ങൾ ഈസി ആയിട്ട് കയറി. കർണാടക കാട്ടിലേക്ക് കയറിയത് മുതൽ നമ്മൾ ആനയൊക്കെ കണ്ടു തുടങ്ങി. അപ്പോൾ ആനയെ കണ്ട സന്തോഷത്തിൽ നമ്മൾ കുറച്ച് റൊമാൻറ്റിക് ആയാലോ. റൊമാൻറ്റിക് ആയത് നന്നായി. അതാ നിൽക്കണ ഒരു കാട്ടുപോത്ത്. ഇപ്രാവശ്യം വയനാട് കയറിയത് എന്തായാലും മുതലായിട്ടുണ്ട്. കാട്ടുപോത്തിനെ കണ്ണെടുത്തില്ല. അപ്പൊ അതാ അടുത്ത ആനക്കൂട്ടം, പിന്നെയും ആനക്കൂട്ടം. റോഡിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് നിൽക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ആണെങ്കിൽ നമ്മൾ അവരെ വെറുപ്പിക്കാൻ പോയാലല്ലേ അവരെ നമ്മളെ വെറുപ്പിക്കുള്ളൂ. നമ്മൾ അതിനൊന്നും നിൽക്കാതെ നേരെ കാടിറങ്ങാൻ നോക്കി. ഇങ്ങനെ നമ്മൾ കാടൊക്കെ കഴിഞ്ഞ് നേരെ ഗുണ്ടൽപേട്ടയിലേക്ക്. അവിടെയാണെങ്കിലോ ഒടുക്കത്തെ തണുപ്പും അതിസുന്ദരമായ ഒരു ഗ്രാമവും. എന്നാ അവിടുത്തെ കാഴ്ച കണ്ടാലോ. അവൾ വന്ന് വിട്ടാൽ മതി കണ്ടത്. ബാക്കിയുള്ളവരൊക്കെ പോയിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ഈ ഫോണിൽ കൂടെ കാണുന്ന ഭംഗിയൊന്നും അല്ല അതിന്. നമ്മൾ നേരിട്ട് കാണുമ്പോഴുള്ള ഭംഗി അത് പറഞ്ഞറിയിക്കാനും പറ്റൂല. പിന്നെ അവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അവിടുത്തെ പച്ചക്കറിയുടെ വില എത്രയാന്ന് ചോദിക്കാൻ വേണ്ടി കയറിയപ്പോഴാണ് തക്കാളിക്കൊക്കെ കിലോ 10 രൂപ, പിന്നെ 20, 30. അപ്പോൾ എന്തായാലും വന്നതല്ലേ, കുറച്ച് പച്ചക്കറിയൊക്കെ ആയിട്ട് പോവാന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് പച്ചക്കറിയൊക്കെ എടുത്തിട്ട് നമ്മൾ ചായ കുടിക്കാൻ കയറി. ഇനി അവിടുത്തെ ഫുഡ് പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബിസ്ക്കറ്റ് മാത്രമാണ് വാങ്ങിയത്. അത് നമുക്കൊരു അബദ്ധമായിട്ട് തോന്നിയത് നമ്മൾ രാത്രി ഫുഡ് കഴിച്ചപ്പോഴാണ്. അങ്ങനെ മഴയൊക്കെ കണ്ട് നമ്മൾ പുറത്തിരുന്ന് നല്ല പാൽച്ചായയും ബിസ്ക്കറ്റും കഴിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ കാടൊക്കെ കഴിഞ്ഞ് വയനാടൊക്കെ എത്തിയപ്പോൾ നല്ല വിശപ്പ്. അങ്ങനെ നമ്മളൊരു കടയിൽ കയറിയതാണ്. അവിടെ എത്തിയപ്പോൾ ആകെയുള്ളത് പൊറോട്ടയും ലിവർ ഫ്രൈയും. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് വയറിനിങ്ങനെ പണി കിട്ടും. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ അവിടെ നിന്ന് കഴിക്കാതെ ഇവിടെ വന്ന് കഴിച്ചപ്പോഴാണ് നമുക്ക് പണി കിട്ടിയത്. പിന്നെ നമ്മൾ ലക്കിടിയിലെത്തി. അവിടെ ബസ് സ്റ്റോപ്പിലൊക്കെ കുറച്ച് നേരം ഇരുന്നിട്ടാണ് നമ്മൾ ചുരം ഇറങ്ങിയത്. ഇനി നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെയുള്ള വ്ലോഗായിട്ട് ഞാൻ പിന്നെയും വരാം. അപ്പോൾ എല്ലാവരും ഗുണ്ടൽപേട്ടയിൽ പോയിട്ട് സൂര്യകാന്തിയും ചെട്ടിയും കാണാൻ മറക്കണ്ട. ഞാൻ പോകുന്നു. ബൈ ബൈ.